വെൽക്കം ടു സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. സോ നിങ്ങളെല്ലാവരും ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ പൂജ ഹോളിഡേ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പഠനത്തിന്റെ തിരക്കിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ കുറച്ച് കുഞ്ഞു ചോദ്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ ധാരാളം ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ധാരാളം വിവിധ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ മക്കൾക്ക് തന്നെ കുറേ മക്കൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇഷ്ടം. ചില മക്കൾക്കാണെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഐറ്റംസ് ആയിരിക്കും മക്കൾക്ക് ഇഷ്ടം. ചിലർക്കാണെങ്കിൽ ഇച്ചിരി പുളിയുള്ളതൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ എനിവേ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ധാരാളം രീതിയിൽ ഭക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവ ഉണ്ടാക്കുന്ന രീതിയും എങ്ങനെയാണ്? പലതരത്തിലാണ് അല്ലേ. അപ്പൊ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. ആവിയിൽ വേവുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മളൊക്കെ ഈ ക്ലാസ് ഒക്കെ വിട്ട് വന്നാൽ നമുക്ക് ഈ 4 മണി പലഹാരം എന്ന പേരിൽ നമുക്ക് നല്ല രീതിയിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തിന്നാനായിട്ട് കിട്ടും. അത് ചിലതൊക്കെ എന്തായിരിക്കും, ഇതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കുന്നതായിരിക്കും, ചിലതൊക്കെ നമ്മുടെ ആവിയിൽ വേവിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ മറ്റു പല രീതിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും കുറച്ച് ഉദാഹരണങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആവിയിൽ വേവുന്ന ആഹാരങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം മുതലായവ. ഇനി ചുട്ടെടുക്കുന്ന ആഹാരങ്ങളോ? നമ്മുടെ ഓട്ടട, പത്തിരി, ദോശ. അത് ഓർത്തിരിക്കുക, ഇനിയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഇനി വറുത്തെടുക്കുന്ന ആഹാരമാണ് നമ്മുടെ ഉണ്ണിയപ്പം, അച്ചപ്പം, അതുപോലെ തന്നെ ബോണ്ട, പഴംപൊരി, അങ്ങനെ കുറേ ഉണ്ട്. ഇനി വേവിക്കാത്തതും നമുക്ക് പലതും കാണാനായിട്ട് പറ്റൂലേ. നമ്മുടെ മോര് വേവിച്ചിട്ടാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല, തൈര്, സർബത്ത്, ഇവയൊന്നും നമ്മൾ വേവിക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കി വെക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, കാരണം നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഓട്ടട, പത്തിരി, ദോശ, ചപ്പാത്തി, പൊറോട്ട. മറന്നു പോവരുത്. ഇനി അടുത്തത് വേവിക്കാത്ത പലഹാരങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ വേവിക്കാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മോര്, തൈര്, അതുപോലെ തന്നെ സർബത്ത്, ജ്യൂസ്, സാലഡ്, ഇവയൊക്കെയാണ്. ഇനി അടുത്തത് ആവിയിൽ വേവുന്ന ആഹാരങ്ങൾക്ക് ഉദാഹരണങ്ങൾ. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടായിരുന്നു അല്ലെ. അതിന് കൂടെ നമ്മൾ കുറച്ച് മറ്റുദാഹരണങ്ങൾ കൂടി നമ്മൾ നിറഞ്ഞു വെക്കുക. ഇലയട, പുട്ട്, അതുപോലെ തന്നെ കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, ഇഡലി. ഇനി അടുത്തതാണെങ്കിൽ വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, പഴംപൊരി, ഉള്ളിവട മുതലായവ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടി കുട്ടി ടോപ്പിക്സുമായിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എല്ലാ പാഠഭാഗവും നമ്മൾ അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഒരു ലൈവ് ക്ലാസ്സുകളും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അപ്പൊ എനിവേ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.